കണ്ഠര് രാജീവർക്ക് പകരം മകൻ ബ്രഹ്മദത്തിനെ ശബരിമല തന്ത്രിയായി ഇന്ന് തീരുമാനിക്കും. രാവിലെ ചേരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ആരോഗ്യ പ്രശ്നം കാരണം തന്നെ ഒഴിവാക്കി പകരം മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കണ്ഠര് രാജീവര് ബോർഡിന് കത്ത് നൽകിയിരുന്നു. MG പ്രതീഷ് നൽകും വിശദാംശങ്ങൾ. പ്രതീഷ്, ബോർഡിന് തീരുമാനിക്കാം തന്ത്രിയെ എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി പ്രത്യേക കമ്മീഷണർ മുഖേന വിവരം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ തന്ത്രിയെ തീരുമാനിക്കും. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രുതി, ശബരിമല തന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാം എന്നതാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് തന്ത്രി കണ്ഠര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തിനെ ശബരിമല തന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ തന്നെ ഇത്തവണ തന്ത്രിയാകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട കണ്ഠര് രാജീവര് ഒരു കത്ത് ദേവസ്വം ബോർഡിന് നൽകിയിരുന്നു. ബ്രഹ്മദത്തിനെ തന്നെ തന്ത്രിയാക്കാം എന്ന നിലപാട് തന്നെയായിരുന്നു ദേവസ്വം ബോർഡിലെ ഭൂരിപക്ഷം അംഗങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ കൂടി അനുമതി തേടണമെന്ന് CPM അംഗം PD സന്തോഷ് കുമാർ നിലപാടെടുത്തതോടുകൂടിയാണ് തീരുമാനം ഹൈക്കോടതിക്ക് വിട്ടത്. സ്പെഷ്യൽ കമ്മീഷണർ മുഖേന ഹൈക്കോടതിയെ ദേവസ്വം ബോർഡ് ഇക്കാര്യം അറിയിച്ചു. അങ്ങനെ ബോർഡിന് തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി അറിയിച്ചതോടുകൂടിയാണ് ബ്രഹ്മദത്തിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം ഉണ്ടാകും. ഒപ്പം ഈ മേൽശാന്തി അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള പാനലിലും ബ്രഹ്മദത്തിനെ ഉൾപ്പെടുത്താനായിരിക്കും ദേവസ്വം ബോർഡ് തീരുമാനിക്കുക. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.